ഹായ് എല്ലാവർക്കും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമ്മയായ വിശുദ്ധ അന്നപുണ്യവതിയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു. ലിറ്റിൽ കിങ്ഡം ഓഫ് ജോ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ അന്നപുണ്യവതിയുടെ തിരുനാളിൻ്റെ ആഘോഷവേദിയിലേക്ക് PTA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ പ്രത്യേകം ക്ഷണിച്ച ഹെഡ് മിസ്ട്രസിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. അവിടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ കൂടി സ്റ്റേജിലായതുകൊണ്ട് അവിടെ വന്ന പല പ്രമുഖ വ്യക്തികളെയും നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. എല്ലാവരും സദയം ക്ഷമിക്കുക. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ ഈ സ്കൂളിലെ പിള്ളേരുടെ പേരൻസിന് പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മക്കളുടെ പ്രോഗ്രാമൊക്കെ അവർക്ക് കാണാനുള്ള ഒരു അവസരം കൂടിയാണ്. കുട്ടികളുടെ കാര്യം, കുട്ടികളെ ഓർത്ത് എന്റെ ഹൃദയം വേദനിക്കുന്നു. അവർ വളരെ ചെറുപ്പമാണ്, എന്നിട്ടും അവർ ലോകത്തിന്റെ ഭാരം തങ്ങളുടെ തോളിൽ ചുമക്കുന്നു. വിജയിക്കാൻ, മികച്ചവരാകാൻ ഉള്ള തുടക്കത്തിൽ നിഷ്കളങ്കതയും സന്തോഷവും പലപ്പോഴും നഷ്ടപ്പെടുന്നു. കഥകളിലൂടെയും മുതിർന്നവരുടെ ശാന്തമായ ജ്ഞാനത്തിലൂടെയുമാണ് നമ്മൾ പഠിച്ചത്. എന്നാൽ ഇപ്പോൾ അവരുടെ കഥകൾ മിന്നുന്ന സ്ക്രീനുകളാണ്. അവ പലപ്പോഴും ഇരുട്ടും അക്രമവും നിറഞ്ഞതാണ്. സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ലളിതമായ സത്യങ്ങൾ ക്ഷണികമായ കാര്യങ്ങളുടെ ഒരു നിലയിൽ മുന്നിൽ അവർ ആകാശത്തേക്ക് നോക്കാനും തങ്ങളുടെ മുഖത്ത് കാറ്റടിക്കുന്നതറിയാനും ശാന്തമായ നിമിഷങ്ങൾ ദൈവത്തെ കണ്ടെത്താനും മറന്നു പോകുന്നു. എന്റെ മകളെ, നീ എന്ത് പ്രതീക്ഷയാണ് കാണുന്നത്? ലോകത്തിന്റെ പ്രത്യാശയെ നിന്റെ കൈകളിൽ എടുത്തതാണല്ലോ നീ. അമ്മേ, പ്രതീക്ഷ ഇപ്പോഴുമുണ്ട്. അത് ലോകമെമ്പാടും വൈറലായി മാറുന്ന ചെറിയ ദയകളിലാണ്, ശരിയായ കാര്യങ്ങൾക്കായി നിലകൊള്ളുന്ന ചെറുപ്പക്കാരിലാണ്. ആശയക്കുഴപ്പങ്ങൾ നിറഞ്ഞ ലോകത്ത് സ്നേഹത്തോടെ തങ്ങളുടെ കുട്ടികളെ വളർത്താൻ ശ്രമിക്കുന്ന മാതാപിതാക്കളുടെ നിശബ്ദമായ ധൈര്യത്തിലാണ്. കുടുംബങ്ങൾ ഇപ്പോഴും ഭക്ഷണം കഴിക്കാൻ ഒത്തുകൂടുന്നതും അപരിചിതരെ സഹായിക്കാൻ കൈകൾ നീട്ടുന്നതും മറ്റുള്ളവരുടെ ദുരിതത്തിൽ ഹൃദയം വേദനിക്കുന്നതും ഞാൻ കാണുന്നു. സെന്റ് ആൻസ് സ്കൂളിലെ തിരുനാൾ സന്ദർശിച്ചതിനു ശേഷം മടങ്ങി വരുന്ന മറിയം, അമ്മേ, സെന്റ് ആൻസ് സ്കൂളിലെ തിരുനാൾ കുട്ടികൾ എത്ര ഭംഗിയായി ആഘോഷിച്ചു. അവരെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായി. അതേ മോളെ, ഓരോ കുഞ്ഞിന്റെയും മുഖത്ത് ദൈവത്തിന്റെ പ്രകാശമുണ്ട്. അവരെ കണ്ടപ്പോൾ നിന്നെ ഓർത്തു. നീ ചെറുപ്പത്തിൽ എല്ലാം എന്നോട് തുറന്നു പറയുമായിരുന്നു. അതുകൊണ്ട് തെറ്റും ശരിയും തിരിച്ചറിയാൻ എനിക്ക് നിന്നെ സഹായിക്കാനായി. ഇപ്പോൾ കുട്ടികൾക്ക് അത്ര തുറന്ന മനസ്സില്ലമ്മേ. സോഷ്യൽ മീഡിയ, മയക്കുമരുന്ന്, തെറ്റായ ബന്ധങ്ങൾ ഇതെല്ലാം അവരെ ബാധിക്കുന്നു. അവർക്ക് മുന്നോട്ട് പോകുവാൻ ധൈര്യവും വഴികാട്ടലും വേണം. ശരിയാണ് മോളെ, കുട്ടികൾക്ക് ഇന്ന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നല്ലതും ചീത്തയും തിരിച്ചറിയാൻ നിർദ്ദേശവും സഹായവും വേണം. മാതാപിതാക്കളും അധ്യാപകരുമാണ് അതിന് വേണ്ടത്. പക്ഷേ കുട്ടികൾ തുറന്നു സംസാരിക്കണം. പക്ഷേ അമ്മേ, പലരും പറയുന്നു മാതാപിതാക്കൾക്ക് കുട്ടികളെ കേൾക്കാൻ സമയമില്ലെന്ന്. അവർ തിരക്കിലാണ്. അതൊക്കെ ശരിയാണ്. പക്ഷേ മോളെ, ഒരു കുഞ്ഞിന്റെ ഹൃദയം കേൾക്കാൻ ഒരു മിനിറ്റ് മതി. ആ ചെറിയ സമയം ഒരു കുടുംബത്തെ സ്നേഹമുള്ളതാക്കും. കുട്ടികളുടെ ചിരിയും സന്തോഷവും മാതാപിതാക്കളെ ഏറെ സന്തോഷിക്കും. അതേ അമ്മേ, കുട്ടികളോട് എനിക്ക് ഇത് പറയണമെന്ന് തോന്നുന്നു. നിങ്ങളുടെ പേടികളും സംശയങ്ങളും വിശ്വസിക്കാവുന്ന ആരോടെങ്കിലും തുറന്നു പറയുക. ഒറ്റപ്പെടരുത്. അമ്മേ, എനിക്ക് എപ്പോഴും സന്തോഷമായിരിക്കാനാണ് ഇഷ്ടം. എപ്പോഴും ദൈവസാന്നിധ്യത്തെ സ്മരിക്കുന്നതാണ് സന്തോഷം. എത്ര തിരക്കാണെങ്കിലും എത്ര സന്തോഷമാണെങ്കിലും നാം ദൈവത്തെ സ്മരിക്കണം. ദൈവത്തിൽ നിന്നാണ് ജ്ഞാനത്തിന്റെ ആരംഭം. ദൈവത്തിന്റെ ഇഷ്ടത്തിന് കീഴ്വഴങ്ങിയ ജീവിതമാണ് ഏറ്റവും മഹത്തായ ജീവിതം. അപ്പോ അമ്മേ, എന്റെ ഇഷ്ടം ദൈവത്തിന്റെ ഇഷ്ടത്തിന് ഒത്തതല്ലെങ്കിലോ? മോളെ,
നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല ദൈവത്തിന്റെ ചിന്തകൾ. ദൈവത്തിന് നമ്മൾ ഓരോരുത്തരെയും കുറിച്ചും പദ്ധതിയുണ്ട്. ആ പദ്ധതി അനുസരിച്ചാണ് നമ്മൾക്ക് ഉയർച്ചയും സന്തോഷവും നൽകുന്നത്. ആ പദ്ധതി ഞാൻ എങ്ങനെ തിരിച്ചറിയും അമ്മേ? നമ്മുടെ നിയമപുസ്തകത്തിൽ യോന പ്രവാചകന്റെ കഥയുണ്ട്. യോന പ്രവാചകനോട് ദൈവം നിനവയിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. നിനവ ഒരു ദുഷ്ടരുടെ രാജ്യമായിരുന്നു. അപ്പോൾ അവിടെ പോകാതിരിക്കാൻ വേണ്ടി യോന പ്രവാചകൻ കപ്പൽ കയറി ഒളിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഒരു വലിയ തിമിംഗലത്തെ വിട്ട് അദ്ദേഹത്തെ വിഴുങ്ങിപ്പിച്ചു. എന്നിട്ട് നിനവയിൽ കൊണ്ട് തുപ്പി. അതെന്താണ് ദൈവം അങ്ങനെ ചെയ്യിപ്പിച്ചേ അമ്മേ? ദൈവത്തിന് നിനവയെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അത് എന്തു പദ്ധതിയാണ്? നിനവയ്ക്ക് എന്തു പറ്റിയ അമ്മേ? നിനവ മാനസാന്തരപ്പെട്ടു. എന്നിട്ട് അവർ നന്മ ചെയ്ത് ദൈവത്തിലേക്ക് തിരിഞ്ഞു. ആ അമ്മേ, ആ നഗരം മുഴുവൻ മാനസാന്തരപ്പെട്ടു അല്ലേ? എനിക്കും ദൈവത്തിന്റെ ഒരു ഉപകരണമാകണം. ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കണം. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആരംഭിക്കുന്നു. എന്റെ മോള് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൾ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അന്നാമ്മയുടെ പ്രിയ മക്കളെ, നിങ്ങൾ കേൾക്കുവിൻ. ഒരു കുടുംബം എന്നത് ഒരു ഫാമിലി ഫോട്ടോയ്ക്കകത്ത് ഒതുങ്ങേണ്ട കാര്യമല്ല. നിങ്ങൾ എന്നെ കേൾക്കുന്നത് പോലെ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ ഞാൻ സംരക്ഷിക്കുന്നത് പോലെ അവരും നിങ്ങളെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളോ അവരിൽ നിന്നും പതിയെ പതിയെ നടന്നു നീങ്ങുന്നു. അപ്പോൾ കുട്ടികളെ, നിങ്ങൾ എല്ലാവരും പഠനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ചീത്തായ കൂട്ടുകെട്ടിൽ നിന്നും ഒഴിഞ്ഞു മാറുക. അതുപോലെ മൊബൈൽ ഫോൺ എന്ന മാധ്യമത്തെ നിങ്ങൾ മാറ്റിവെക്കുക. അപ്പോഴേ നിങ്ങളുടെ ഭാവി കൂടുതൽ മെച്ചപ്പെട്ടതാകുള്ളൂ. അമ്മ പറയുന്നത് പോലെ നിങ്ങൾ എല്ലാവരും കേൾക്കുക. വിരൽത്തുമ്പിൽ വാർത്തകൾ വിരത്തുമ്പിൽ നടക്കുന്ന ഈ കാലത്ത് പഠനവും ജീവിതവും എളുപ്പമാണെന്ന് പുറമേ തോന്നി. അമ്മേ, ഇന്ന് സെന്റൻസ് ഡേ അല്ലേ? ഈ മക്കളോട് അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? നമ്മളിന്ന് ഇവരെ കാണാൻ വേണ്ടിയല്ലേ വന്നത്. നമ്മുടെ ഈ ചുറ്റുപാടും ഇപ്പോൾ എന്തു സംഭവിച്ചിരിക്കുന്നു എന്ന് നോക്കൂ. പല കുട്ടികളും ഇന്ന് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പുറകെയാണ്. നിമിഷനേരത്തെ ആനന്ദത്തിന് വേണ്ടി മാത്രം കഴിയുന്നത് ജീവിതത്തിൽ പിന്നീട് നമുക്ക് ദുഃഖം മാത്രമാണ് നൽകുന്ന സത്യം പലരും അറിയുന്നില്ല. എന്നാൽ മാതാപിതാക്കളോട് സംസാരിച്ചു നല്ല കൂട്ടുകെട്ടുകളിലൂടെ നമുക്ക് ലഭിക്കുന്ന ആനന്ദം പിന്നീട് ഒരിക്കലും ദുഃഖമായി മാറുകയില്ല. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തെറ്റായ സ്നേഹബന്ധങ്ങൾ വീണുപോകാതെ നാം സൂക്ഷിക്കണം. നിങ്ങളെ സ്നേഹിക്കാൻ ആരുമില്ലെന്ന് തോന്നലും ആർക്കും വേണ്ടാട്ടോ. ദൈവമുണ്ട് നിങ്ങളെ സ്നേഹിക്കാൻ. ഇനി നിങ്ങൾ ആരും തെറ്റായ കൂട്ടുകെട്ടുകളിലേക്കോ മറ്റു ലഹരി മരുന്നിന്റെ അനന്തത്തിലേക്കോ പെടുന്നത് എനിക്ക് ഉറപ്പുണ്ട്. ട്രെൻഡിനൊപ്പം പോയാൽ നമ്മുടെ സുരക്ഷിതവും വിശുദ്ധിയും നാം തന്നെ കാത്തു സൂക്ഷിക്കണം. നിങ്ങൾക്കൊണ്ട് അതൊക്കെ പറ്റും. എല്ലാവർക്കും തിരുനാൾ ആശംസകൾ നൽകുന്നു. വാത്സല്യത്തിൻ തിരുതൊട്ടിലാട്ടി മോഹന തമ്പുരു മീട്ടി പരിശുദ്ധ മറിയത്തിനമ്മയല്ലേ കരുണ നിറഞ്ഞവളെ നന്മകൾ വർഷിച്ച് ധന്യരാക്കേണമേ കരുണാസാഗരമേ നന്മകൾ വർഷിച്ച് ധന്യരാക്കേണമേ കരുണാസാഗരമേ നീ പാരിതിൽ പെറ്റമ്മ കണ്ണേയോ നൊമ്പരം താണ്ടുന്നോളേ അന്നയേ. അന്നാജിമാക്കും ദമ്പതികൾക്ക് വളരെ കാലമായി മക്കളുണ്ടാകുന്നില്ല. ദൈവത്തോടുള്ള വളരെ കാലത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം മറിയം ഉണ്ടാകുന്നത് വിശുദ്ധരുടെ ഇടയിൽ ദൈവമാതാവിന്റെ അമ്മ എന്ന നിലയിലും ക്രിസ്തുവിന്റെ മുത്തശ്ശി എന്ന നിലയിലും വലിയ സ്ഥാനമുണ്ട് വിശുദ്ധ അന്ന. എന്റെ ഹൈസ്കൂൾ ജീവിതത്തിന് പുതിയൊരു അർത്ഥവും ലക്ഷ്യവും പകർന്നു തന്ന ഈ സെന്റ് ആൻഡ് സ്കൂളിന്റെ മുറ്റത്തിലായിരിക്കാൻ അനുവദിച്ച ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം എന്ന ദാനം സ്വീകരിക്കാൻ അതിലേക്ക് കൂടുതൽ അടുക്കുവാൻ എന്നെ പ്രചോദിപ്പിച്ചത് ഈ വിദ്യാലയവും സ്നേഹനിറഞ്ഞ സിസ്റ്റേഴ്സും അധ്യാപകരുമാണ്.
അത്രമാത്രം എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ച ഈ വിദ്യാലയത്തോട് എനിക്കുള്ള കടപ്പാട് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്. അമ്മയായ വിശുദ്ധ അന്ന ക്രിസ്തീയ കുടുംബങ്ങളുടെ മധ്യസ്ഥയാണ്. ഈ ആഘോഷം ഗംഭീരമാക്കുവാൻ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും പരിപാടികൾ അവതരിപ്പിച്ചവർക്കും സ്നേഹത്തോടെ നന്ദിയുടെ 2 വാക്ക് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ സ്കൂളിൻ്റെ പ്രിയപ്പെട്ട ഹെഡ് മിസ്ട്രസ്, ടീച്ചേഴ്സ്, മുൻ PTA പ്രസിഡന്റ് ശ്രീ ജോമോൻ വലിയവീട്ടിൽ, ഇപ്പോഴത്തെ PTA പ്രസിഡന്റ് ശ്രീമതി അമ്പിളി പ്രിൻസ്, നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, അതുപോലെ ഈ പ്രോഗ്രാം വിജയമാക്കി തീർക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ